നല്ലൊരു മുളക് അയലക്കറിയാണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള അയലക്കറി. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ചട്ടി അടുപ്പ് വെച്ചു. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ഒഴിക്കുകയാണ്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതെല്ലാം വാട്ടുകയാണ്. ഉപ്പിടുകയാണ്. ഉപ്പിട്ട് ഒന്നും കൂടെ ഇളക്കാം. ഉപ്പ് 2 സ്പൂൺ ഇട്ട് തക്കാളിയും കൂടി ഇടുകയാണ്. തക്കാളിയും കൂടി ഇട്ട് നമ്മളൊന്ന് ഇളക്കുക. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് വാടി വരുമ്പോൾ മുളക് പൊടിയൊക്കെ ഇടുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. തുറന്ന് നോക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലി, ഉലുവ 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഇളക്കുകയാണ്. നമ്മളത് ഒന്ന് ഇളക്കി മണം പോകുന്നിടം വരെ, ആ പച്ചച്ചോ മാറുന്നിടം വരെ ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത് അരയ്ക്കുകയാണ്. നമ്മൾ ഈ പരുവത്തിലെടുക്കണം. ഇത് നമ്മൾ അരയ്ക്കുകയാണ്. ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരയ്ക്കുകയാണ്. അരച്ചിട്ടാണ് ബാക്കി. നമ്മൾ മിക്സിയിലോട്ട് അടിക്കുകയാണ്. മിക്സിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ അടിക്കുക. അടുത്ത് തന്നെ എണ്ണ ഒഴിക്കുകയാണ്. 1 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരപ്പ് ഇടുക. മിക്സിയിൽ അരച്ചതാണ്. ഇതാണ് അരപ്പ്. നമ്മളത് ഇതിലോട്ട് ഒഴിക്കുക. ഇതിലോട്ട് ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കുകയാണ്. അത് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതേപോലെ ഒന്ന് ചൂടാകണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇതാ അരപ്പ് അതിലോട്ട് ഒഴിക്കുകയാണ്. അരപ്പിട്ട് നമ്മളൊന്ന് ഇളക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുടംപുളിയും കൂടി ഇടണം. കുടംപുളിയും കൂടി ഇടുകയാണ്. ഇതിപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് മീനിടാം. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം. തിളച്ച് വരുന്നുണ്ട്. നമ്മൾ മീനിടുകയാണ്. അയലയാണ്. തിളച്ച് വന്ന് മീനിടുക. അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം പാകത്തിനൊന്നും. മീനിട്ടു. ഇനി നമ്മൾ അതിൻ്റെ പാകത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പിടാം. ഉപ്പുണ്ട്. ഇട്ട് നമ്മളിനി ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നോക്കുകയാണ്. തുറന്ന് നോക്കുകയാണ്. ആയിട്ട് നമ്മൾ കരിവേപ്പിലയാണ്. ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. എല്ലാ പുളിയും പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം.
ഇതെടുത്ത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. റെഡിയായോ എന്ന് നോക്കാം. പാകത്തിനായിട്ടുണ്ട്. മീൻകറി റെഡി. അയല മുളക് കറി. തേങ്ങാക്കറി പോലെ ഇരിക്കും. നമ്മൾ മുളകും ഇതെല്ലാം കൂടെ അരച്ചതല്ലേ, തക്കാളിയൊക്കെ കൂടി അരച്ചതാണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള മീൻകറി. നമ്മളത് നിർത്തുകയാണ്.